MR അജിത് കുമാറിനെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ അൻവർ ഉന്നയിക്കുന്ന ക്രിമിനൽ ലോബിക്കെതിരെയോ സംസാരിക്കാൻ ഈ പറയുന്ന ആളുകളെ പുറത്തു നിർത്താനുള്ള സമ്മർദ്ദം ചെലുത്താൻ സർക്കാരിനെ നിർബന്ധിതമാക്കാൻ പ്രതിപക്ഷത്തിനും കഴിയുന്നില്ല. പേരിന് കുറെ സമരമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പേടിയുണ്ടോ? അല്ല, മാധുവിൻ്റെ ചോദ്യം അവിടെ നിൽക്കട്ടെ. അതിനൊന്നും മറുപടി പറയാനെങ്കിൽ ലാസ്റ്റ് സമയത്ത് എനിക്ക് സമയമില്ല. എനിക്ക് ഗോപാലകൃഷ്ണൻ അഡ്മിറ്റ് ചെയ്തൊരു കാര്യമുണ്ട് ഇവിടെ. അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇപ്പം ഗോപാലകൃഷ്ണൻ അഡ്മിറ്റ് ചെയ്തു. അൻവർ പറഞ്ഞ സത്യങ്ങൾ, ആ സത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം ഞാൻ എടുക്കുകയാണ്. അത് ഒന്ന്, തൃശ്ശൂരിൽ പൂരം കലക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ അവിടെ ശ്രമം നടന്നു. അത് സത്യമാണെന്ന് ഗോപാലകൃഷ്ണനോട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? മറുനാടൻ ഷാജൻ മറുപടി പറയാം. പോലീസ് സേനയുടെ വയർലെസ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മുണ്ടിയിട്ടില്ല. ഈ അവസാന ലാപ്പിൽ ബഹളത്തിന് വരരുത്. അതൊക്കെ ശരി. ഞാൻ പറഞ്ഞ ഇവിടെ നിങ്ങൾ പറഞ്ഞതാണ് അൻവർ പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്നവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കണം. പറഞ്ഞോളൂ. അല്ലല്ല പറഞ്ഞോളൂ. അല്ലല്ല, നിർത്ത്. ശരിയാണെന്ന് അങ്ങനെ എന്താണ് അത്? ശരിയല്ലോ. പിന്നെ ഞാൻ പറയട്ടെ ആരോപണം ഷാജൻ സ്കറിയ പോലീസ് സേനയുടെ വയർലെസ് സന്ദേശം ചോർത്തി. അത് രാജ്യദ്രോഹമാണ്. പക്ഷേ രാജേഷ് സ്കറിയന്റെ അടുത്ത് നിന്ന് 3 കോടി രൂപ വാങ്ങി അജിത് കുമാർ അത് ഒതുക്കി എന്ന് പറഞ്ഞു. അപ്പം ഈ ഷാജൻ പിന്നെ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ BJP-കാരൻ സത്യമാണെന്ന് പൂർണ്ണമായും ഇവിടെ പറഞ്ഞ അവസ്ഥയിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉയർത്തിയ ദത്തേത്രയാവോ ഹസങ്കി അദ്ദേഹത്തിന് കാണാൻ പറ്റൂലേ? കാണല്ലോ. കുട്ടികളെ കല്യാണം വിളിക്കാനാണ് പോയതെങ്കിൽ അജിത് കുമാറിന് എന്തിനാണ് വേറെ കാറ് മാറിക്കയറേണ്ട ആവശ്യം? ആ ഔദ്യോഗിക പോയ പോരെ, നേരെ വഴി പോയ പോലെ. എന്തിനെങ്ങനെ പോയത്? ഡീലാണ് നിങ്ങൾ തമ്മിലുള്ള. പിന്നെ ഈ പിണറായി വിജയന്റെ ഡീല് കേരളത്തിലെ തല്ലിപ്പൊളി BJP ആളുകളെ അത് വിട്ടോളാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോയത്. അതുകൊണ്ടാണ് മറ്റേ